السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലുഖ്മാൻ നബിയായിരുന്നില്ല, ഒരു വേദവുമായി വന്ന റസൂലായിരുന്നില്ല. എന്നിട്ടും വിശുദ്ധ ഖുർആന് അദ്ദേഹത്തിന്റെ നാമത്തിൽ ഒരു അധ്യായം തന്നെ നമുക്ക് മുമ്പിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യൻ അള്ളാഹുവിൽ നിന്നും ഇൽഹാമിനെ സ്വീകരിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള മാനസിക പാകപ്പെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു ഏതൊരു മനുഷ്യനും ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ സമ്മാനിക്കുമെന്ന് സൂറത്ത് ലുഖ്മാന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിതിനു മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ചില ശബ്ദവീചികൾ സ്വീകരിക്കുവാൻ, ശബ്ദങ്ങൾ സ്വീകരിക്കുവാൻ അത് വളരെ അനുഗുണമായ ഒരിടത്ത് ആ ശബ്ദവീചികളെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ മാത്രമേ ആ സംവിധാനത്തിലൂടെ നമുക്ക് നാം ഉദ്ദേശിക്കുന്ന ഒന്ന് കേൾക്കുവാനോ ആസ്വദിക്കുവാനോ കഴിയുകയുള്ളൂ. ഇതുപോലെ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവന്റെ സൃഷ്ടാവുമായി നടത്തിയ കരാറിന്റെ വെളിച്ചത്തിൽ ആ കരാറിനെ പുതുക്കുവാനായി പ്രവാചകന്മാര് നമുക്കിടയിൽ വരികയും അവർ ഉണർത്തിയ വിശുദ്ധമായ ജീവിത പാതയെ ഏറ്റവും നന്നായി പിൻപറ്റുകയും ചെയ്യുന്ന, അങ്ങനെ അതനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അവന്റെ മനസ്സിനെ, ഹൃദയത്തെ ഈ രൂപത്തിൽ അള്ളാഹു പാകപ്പെടുത്തുമെന്ന് ലുഖ്മാന്റെ ഈ സംഭവങ്ങള് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഓരോ മനുഷ്യനെയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയത്. ഏതായാലും വലഖദ് ആതൈന ലുഖ്മാൻ അൽ ഹിക്മ, നാം ലുഖ്മാന് ഹിക്മത്ത് നൽകി. ഹിക്മത്ത് എന്നുള്ളതിന് ഇവിടെ അബുൽ ഹസൻ അലി നദിബെല്ലാം പറയുന്നത് പോലെ ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങളെ നാം അദ്ദേഹത്തിന് സമ്മാനിച്ചു. അതിൽ ഏറ്റവും മനുഷ്യൻ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഏറ്റവും നല്ലൊരു സ്വഭാവ ഗുണമാണ് അനിഷ്കുറില്ല, നന്ദിയുള്ളവനാകുക എന്നുള്ളത്. അപ്പോ അദ്ദേഹത്തിന് ലഭിച്ച, അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഹിക്മത്തിലെ ഉന്നതമായ ഹിക്മത്തായിട്ട്, ഉത്കൃഷ്ടമായ ഒരു സ്വഭാവ ഗുണമായിട്ട് അള്ളാഹു ഹിക്മത്തിനോടൊപ്പം ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് അദ്ദേഹം നന്ദിയുള്ളവനായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പിന്നെ തദുല്ലു അല വദഇ ശൈഇ ഫീ മൗളിഇഹി, ഏതൊന്നും അതിന്റെ സ്ഥാനത്ത് വെക്കുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ. അതിൽ നിന്നാണ് ഹാക്കിമ് അല്ലെ എന്നുള്ള പ്രയോഗലും അതിൽ നിന്നാണ് വരുന്നത്. ലിഅന്നഹു യളഉൽ ഹഖ്ക ഫീ നിസ്വാബിഹി, ഒരു വസ്തുതയെ അതിന്റെ ശരിയായ ത്രാസിലിട്ട് അളന്ന് തിട്ടപ്പെടുത്തി അതിനെ പ്രയോഗിക്കുന്ന വ്യക്തിക്കാണ് ഹാക്കിം എന്ന് പറയുക. നിയമപാലകൻ അല്ലെങ്കിൽ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്നെല്ലാം നമ്മൾ അവരെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോ ഏറ്റവും നന്നായി ഒരു കാര്യത്തെ അതിനെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുക. അപ്പൊ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് അള്ളാഹു ഇവിടെ ലുഖ്മാനെ വെച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് അദ്ദേഹം നന്ദിയുള്ള മനുഷ്യനായിരുന്നു എന്നാണ്. അനിഷ്കുറില്ല, അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നുള്ള ഒരു പാഠം അദ്ദേഹത്തിന് പകരുകയും അതിനനുസരിച്ച് നന്ദിയുള്ള മനുഷ്യനായി അദ്ദേഹം ജീവിക്കുകയും ചെയ്തു. അപ്പോ ഇവിടെ വിശുദ്ധ ഖുർആനെ നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ശുക്രുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഹിക്മത്തിനോട് ശുക്റിനെ ചേർത്ത് വെച്ചത് എന്നുള്ളതെല്ലാം ഇമാം ഷഅറാവി വളരെ വിശാലമായിട്ട് അതിനെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശുക്ർ എന്ന വാക്കിന്റെ അർത്ഥ തലങ്ങളെ, അതിൻ്റെ
നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ട അനിവാര്യതയിലും അദ്ദേഹം കുറെ ആയത്തുകളെ കൊണ്ടുവന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിലെ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു പോകാം. ഇപ്പോ വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅ. അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു, നിങ്ങൾ ഒന്നും അറിയാത്തവരായിരുന്നു. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. അള്ളാഹു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും നൽകി, ഹൃദയം നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മനുഷ്യന് പിന്നിട്ട വഴിയെ കുറിച്ച് നിരന്തരം ഓർക്കുകയും സ്മരിക്കുകയും ആ പിന്നിട്ട വഴിയിലേക്ക് നിരന്തരം എത്തി നോക്കുകയും ചെയ്യുന്നിടത്താണ് മനുഷ്യന് നന്ദിയുള്ളവനായിട്ട് മാറുന്നത്. വന്ന വഴിയെ മറക്കുമ്പോഴാണ് നന്ദി കെട്ടവനായി മാറുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മിൽ നന്ദിയുടെ, ശുക്റിന്റെ അടയാളം ഉണ്ടായിത്തീരണമെങ്കിൽ, അത്തരത്തിലുള്ള ഒരു സ്വഭാവ ഗുണം നമ്മിൽ ഉണ്ടാവണമെങ്കിൽ നിരന്തരം പിന്നിട്ട വഴിയിലേക്ക് നോക്കണമെന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നന്ദിയുള്ളവനാകാൻ വേണ്ടി അള്ളാഹു ഇതാ നിങ്ങൾക്കിതെല്ലാം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം നമ്മിലേക്ക് നിരന്തരം നോക്കേണ്ടതിന്റെ ആവശ്യകത, അത് നമ്മെ തന്നെ നിരന്തരം ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത. ഞാൻ എന്തായിരുന്നു, ഏത് രൂപത്തിലായിരുന്നു, അതിൽ നിന്ന് എങ്ങനെയാണ് ഈ കാണുന്ന രൂപത്തിലേക്കും കോലത്തിലേക്കും മാറ്റപ്പെട്ടത്, പരിവർത്തിപ്പിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് അഗാധമായ ചിന്ത എപ്പോഴും നിലനിൽക്കേണ്ടതുണ്ട്. നമുക്ക് നൽകിയ മഹാ അനുഗ്രഹങ്ങളെ നാം പലപ്പോഴും വിസ്മരിക്കുന്ന ആ മറവിയിലൂടെ നമ്മൾ നന്ദി കെട്ടവരായി മാറുന്ന ചില അവസ്ഥാവിശേഷങ്ങളെ ഇവിടെ അള്ളാഹു ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നും അറിയാത്തവരായിരുന്നു. നിങ്ങളുടെ മാതാക്കളുടെ, നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്നും നിങ്ങളെ നാം പുറത്തു കൊണ്ടുവന്നു. ആ സമയം നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകി. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഹുവല്ലദീ അൻശഅകും വജഅലകും അസ്സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. അവൻ എത്രയോ നിങ്ങളെ സൃഷ്ടിച്ചത്, കേൾവിയും കാഴ്ചയും ഹൃദയവും സമ്മാനിച്ചവൻ അവനാണ്. എന്നാൽ ഹുവല്ലദീ അൻശഅകും വജഅലകും അസ്സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തഷ്കുറൂൻ. എന്നാൽ നന്ദി കാണിക്കുന്നവരോ വളരെ വിരളവുമാണ്. ഇവിടെ സൂറത്തുൻ നഹ്ലിലെ ഈ ആയത്തിൽ വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു, നിങ്ങൾ ഒന്നും അറിയാത്തവരായിരുന്നു. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, ഇവിടെയും അതേ വാക്ക് ഉപയോഗിച്ചത് കാണാൻ പറ്റും. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിനു മുമ്പ് നമ്മൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ അറിയാൻ, അള്ളാഹുവിന്റെ അളമത്ത് ബോധ്യപ്പെടാൻ, അവന്റെ കഴിവിനെ, ഖുദ്റത്തിനെ തിരിച്ചറിയാൻ മനുഷ്യൻ അവനിലേക്ക് തന്നെ നിരന്തരം നോക്കേണ്ടതുണ്ട്. വമൻ അറഫ നഫ്സഹു ഖദ് അറഫ റബ്ബഹു എന്നെല്ലാം അറബിയിൽ ചില ആപ്തവാക്യമുണ്ട്. നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് ചിന്തിച്ചാൽ, പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനെ ബോധ്യപ്പെടും. നമ്മൾ ഒരു മനോഹരമായ ഒരു താഴ്വാരയെ നോക്കി, ഈ ഉപമ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു മനോഹരമായ താഴ്വാര, അവിടെ ഒരു പൂക്കളുണ്ട്, അതുപോലെ തന്നെ അരുവികളുണ്ട്, കിളികളുണ്ട്, മറ്റു പറവകളുണ്ട്. അങ്ങനെ എന്തെല്ലാം അതിനെ മനോഹരമാക്കാൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന, എല്ലാ അർത്ഥത്തിലും അതിപ്രൗഢമായ നയനമനോഹരമായ ഒരു താഴ്വര. അതിനെ ഒരു കലാകാരന് അയാളുടെ ക്യാൻവാസിലേക്ക് പകർത്തി കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ നാമം അതിന്റെ അടിയിൽ അദ്ദേഹം കോറിയിടും. അത് കാണുന്ന മനുഷ്യർ, നമ്മളെല്ലാവരും ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് ആ കലാകാരന്റെ കലാവൈഭവത്തെ പുകഴ്ത്തി പറയും. ഒരു വേള അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുകയും അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യും. എന്നാൽ
അത് ഈ പ്രപഞ്ചത്തിൽ നിന്നും കോപ്പി അടിച്ചതാണ് എന്ന് നമ്മൾ വിസ്മരിച്ചു പോകും. അവിടെ ഒറിജിനലായ ഒന്ന് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, അല്ലെ? അദ്ദേഹം വരച്ച ആ ചിത്രത്തിലെ പുഴയിൽ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല. അദ്ദേഹം വരച്ച പൂക്കളിൽ നിന്ന് സുഗന്ധം പ്രസരിക്കുകയില്ല. അതുപോലെ തന്നെ അവിടെയുള്ള പൂമ്പാറ്റകൾ പറക്കുന്നില്ല. അവിടെയുള്ള ഏതെങ്കിലും പഴവൃക്ഷങ്ങളിൽ നിന്ന് നമുക്ക് അതിൽ അദ്ദേഹം ചേർത്ത് വെച്ചിരിക്കുന്ന പഴങ്ങളെ പറിച്ചെടുത്ത് ഭക്ഷിക്കാൻ പറ്റൂല. എന്നാൽ എവിടെ നിന്നാണോ അദ്ദേഹം അത് പകർത്തിയത് അവിടെ ഇതെല്ലാം ഉണ്ട്. അവിടെ പറവകൾ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ചിലച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയുള്ള മരങ്ങളിൽ പൂക്കളുണ്ട്, അതിൽ നിന്ന് സുഗന്ധം പ്രസരിക്കുന്നുണ്ട്. അവിടെയുള്ള വൃക്ഷങ്ങളിൽ പഴങ്ങളുണ്ട്, അത് മനുഷ്യന് പറിച്ചെടുത്ത് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഒഴുകുന്ന അരുവികളിൽ നിന്ന് മനുഷ്യന് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒരു ഒറിജിനൽ ഒന്നിനെ കോപ്പി അടിക്കുക മാത്രമാണ് ഇവിടെ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. ആ കോപ്പി അടിച്ചവൻ ആദരിക്കപ്പെടുകയും ഒറിജിനൽ സംവിധാനിച്ച സൃഷ്ടാവിനെ മനുഷ്യൻ ഇവിടെ വിസ്മരിക്കുകയും ചെയ്യുന്നു. അതിനെ സംവിധാനിച്ച സൃഷ്ടാവിന്റെ മഹത്വത്തെ മനുഷ്യൻ ബോധ്യപ്പെടാതെ നന്ദി കെട്ടവനായി എല്ലാം ആസ്വദിക്കുകയും, എന്നാൽ ആ ആസ്വദിച്ച ഒന്നിന് തിരിഞ്ഞു നിന്നുകൊണ്ട് നന്ദി പറയാതെ പോകുകയും ചെയ്യുന്നു മനുഷ്യൻ. മനുഷ്യൻ അടിസ്ഥാനപരമായി നന്ദിയുള്ളവനാവാൻ അവനിലേക്ക് തന്നെ നിരന്തരം തിരിയണം. അപ്പോ ഞാൻ ഇതിന് മുമ്പ് ഒരു രേതസ്കണമായിരുന്നു എന്നും അത് രക്തത്തുള്ളിയായി മാംസപിണ്ഡമായി അത് എല്ലുകളായി അതിൽ വീണ്ടും മാംസങ്ങൾ പൊതിഞ്ഞു, കേൾവിയും കാഴ്ചയും ഹൃദയവും അതിൽ രൂപപ്പെട്ടു. അങ്ങനെ മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള നാഡീവ്യൂഹങ്ങൾ രൂപപ്പെട്ടു. അതിൽ അവന് ആവശ്യമുള്ളതെല്ലാം ആ ഒരു വളരെ മൈന്യൂട്ടായ സെല്ലിന്റെ ഉള്ളിൽ വെച്ച് ഈ രൂപത്തിലേക്ക് പാകപ്പെടുത്തി ഇതെല്ലാം മനുഷ്യന് ഇന്ന് ഇവിടെ വന്നതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കണ്ണുകൊണ്ട് ഈ അതിസുന്ദരമായ ലോകത്തെ അവൻ കാണുകയും അവന്റെ കേൾവി കൊണ്ട് ഈ സുന്ദരമായ ശബ്ദങ്ങളെ ആസ്വദിക്കുകയും അങ്ങനെ അവന്റെ ഓരോ അവയവങ്ങളെയും ഇതുപോലെ അവൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ദേഹമല്ല എന്നും ഇതൊരു വാഹനമാണെന്നും ഈ വാഹനത്തെ സമ്മാനിച്ച് എനിക്ക് ഇവിടെ നിർണയിച്ച സമയം യാത്ര ചെയ്യാൻ നൽകിയ ഒരു മൺകൂട് മാത്രമാണ്, ഒരു മൺവാഹനം മാത്രമാണ് ഈ ശരീരം എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് മനുഷ്യന് അവന്റെ പിറകിലേക്ക് നോക്കി ഇതിനെ സംവിധാനിച്ച സൃഷ്ടാവിനോട് നന്ദി പറയാൻ അവന് കഴിയും. അതുകൊണ്ടാണ് നിരന്തരം അള്ളാഹു നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മെ പിന്നിട്ട വഴിയിലേക്ക് നമ്മുടെ ചിന്തയെയും മനസ്സിനെയും കൊണ്ടുപോകുന്നത്. താഴ്മയുള്ളവരാകാൻ, വിനയമുള്ളവരാകാൻ, ചിന്തയുള്ളവരാവാൻ നമ്മെ നിരന്തരം അള്ളാഹു ഉണർത്തുന്നുണ്ട്. നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ. നിങ്ങളെ നാം സൃഷ്ടിച്ചില്ലയോ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾക്ക് ബോധ്യപ്പെടാതെ പോകുന്നത്? അഫറഅയ്തും മാ തുബ്നൂൻ, നിങ്ങൾ ചൊരിക്കുന്ന രേതസ്കണത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, അതിനെ നിങ്ങളാണോ സംവിധാനിച്ചത് അതോ നാം ആണോ? നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത, നിങ്ങൾക്ക് നാം മരണം നിർണയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ മരണവുമായിട്ടാണ് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്, അല്ലെ? ഇത് എന്തിൽ നിന്നാണോ ഉണ്ടായത് ആ ഒരു സെല്ലിലേക്ക് വീണ്ടും മരണമെന്ന ഒരു ഇടപെടലിലൂടെ അള്ളാഹു നമ്മെ തിരിച്ചു കൊണ്ടുപോകും. അതിലേക്ക് വീണ്ടും അള്ളാഹു നമ്മെ തിരിച്ചു കൊണ്ടുപോകും. അള്ളാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, അള്ളാഹു സൃഷ്ടിപ്പ് തുടങ്ങുകയും ആ തുടങ്ങിയ ഒന്നിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. ഒരു നല്ല ഒരു മാവിൻ മരം, അത് ചില്ലകൾ വിരിച്ച് കനികൾ തൂങ്ങി പ്രൗഢമായിട്ടൊരു മാവിൻ മരം നിൽക്കുമ്പോൾ നമ്മളാരും ആ മാവിലേക്ക് നോക്കിയിട്ട് ഇത് ഇങ്ങനെ വന്ന് വാനലോകത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഭൂമിയിൽ നിന്നതാണെന്ന് നമ്മൾ ആരും ചിന്തിക്കണില്ല, അല്ലേ? ആ മാവിന്റെ പ്രൗഢമായി നിൽക്കുന്ന ചില്ലകൾ വിരിച്ച് പരന്നു നിൽക്കുന്ന ആ മാവിലേക്ക് ഒന്ന് സൂക്ഷ്മമായി നമ്മൾ നോക്കി ചിന്തിച്ചാല് അതിങ്ങനെ പിറകോട്ട് പോകുമ്പോൾ അതൊരു വിത്തായിരുന്നു.
ആ വിത്തിൽ നിന്ന് അത് മുള പൊട്ടി, അത് പിന്നീട് ഒരു പക്ഷേ നമ്മുടെ നമ്മുടെ ഒരു വിരൽ തുമ്പ് തട്ടിയാൽ പൊട്ടിപ്പോകുന്ന, ഉടഞ്ഞു പോകുന്ന, വളരെ വളരെ നിർമ്മലമായ ഒരു 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 എന്താണ് ഒരു തുടിപ്പിൽ നിന്ന് അത് ഉയർന്നു വന്ന് അത് പിന്നീട് വലുതായി ചില്ലയായി മഹാവൃക്ഷമായി മാറിയതാണ്. അതിൽ നിന്ന് വീണ്ടും അതിന്റെ ആ ഒറിജിനൽ രൂപത്തെ അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. എന്തിൽ നിന്നത് ഉണ്ടായി? ആ ഒന്ന് അതിന്റെ ഞെട്ടറ്റങ്ങ് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ, അതിന്റെ ആ ഒറിജിനൽ സത്ത വീണ്ടും അങ്ങ് ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞാല് അതിന്റെ തൊലി അഴുകി മാംസളമായ ഭാഗങ്ങളിൽ പുഴുക്കളരിച്ച് അതിന്റെ ആ ഒറിജിനൽ സെല്ലുണ്ടല്ലോ, ആ വിത്തുണ്ടല്ലോ, സീഡ്, അത് മാത്രം ഭൂമിയിൽ വീണ്ടും അവശേഷിക്കുന്നു. അങ്ങനെ വീണ്ടും അതിൽ വെള്ളം അങ്ങ് ഉറ്റിക്കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ നിന്ന് അത് വീണ്ടും ഉയിർക്കൊള്ളുന്നു. മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ പലയിടങ്ങളിലായിട്ട് ഇതിനെ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്, ഈ ഉപമ. അതുകൊണ്ടാണ് മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുന്നിടത്തെല്ലാം തന്നെ വിത്തിലേക്ക് നോക്കാൻ പടച്ചോന് പറയണത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കൂ. മഴയങ്ങ് വർഷിച്ചാൽ അവിടെ വിത്തുകളെല്ലാം മുളച്ചു പൊന്തുന്നത് കാണുന്നില്ലേ? പക്കതാലിക്ക തുഹ്റജൂൻ, അപ്രകാരം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു പറഞ്ഞാല് നിങ്ങളും ഇതുപോലെ വിത്തിലേക്ക് മടങ്ങുന്നവരാണ്, മടക്കപ്പെടുന്നവരാണ്. അങ്ങനെ നിങ്ങളുടെ വിത്ത് അവിടെ ഉണ്ട്, ആ വിത്തിൽ നിന്ന് വീണ്ടും നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്നതാണ് പറഞ്ഞത്. പരിശുദ്ധ റസൂലും ലോകത്തെ പഠിപ്പിച്ചത് അതാണ്. വിശുദ്ധ ഖുർആൻ നിരന്തരം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിത്തിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടുവീൻ. മരണം എന്ന് പറയുന്നത് വിത്തിലേക്കുള്ള മടക്കമാണ്, നിങ്ങളുടെ ഒറിജിനൽ സെല്ലിലേക്കുള്ള മടക്കമാണ്. അതിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോ നമ്മയെ കുറിച്ചുള്ള നിരന്തരം ചിന്ത വേണം. ഞാൻ ഇതാണ് എന്നങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ നന്ദിയുള്ള മനുഷ്യനാകാൻ നമുക്ക് കഴിയില്ല. അഹങ്കാരികളായിട്ട് മാറും, ഞാൻ എന്ന ഭാവം വരും. അത് നമ്മുടെ ജീവിതത്തിന് താളപ്പിഴവുകൾ സൃഷ്ടിക്കും. അതില്ലാതിരിക്കാൻ നിരന്തരം നിങ്ങൾ പിന്നിട്ട വഴിയിലേക്ക് നോക്കൂ. ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, മനുഷ്യൻ നോക്കുന്നില്ലേ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്, അവൻ എന്തിൽ നിന്നാണ് ഈ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെട്ടതെന്ന് അവൻ ചിന്തിക്കുന്നില്ലേ? ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്ന ഒരു രേതസ്കണത്തിൽ നിന്നും അവനെ സൃഷ്ടിച്ചു. യഖ്റുജു മിൻ ബൈന സുൽബി വത്തറായിബ്, അല്ലേ? നമ്മൾ നിരന്തരം കേൾക്കുന്ന ഓടിപ്പോകുന്ന ഒരായത്താണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വന്നാൽ നിരന്തരം മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചും അവന്റെ പിന്നിട്ട ലോകങ്ങളെ കുറിച്ചും അവിടെ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളും പരിവർത്തനങ്ങളുമാണ് അവൻ ഇന്ന് അനുഭവിക്കുന്ന ദേഹത്തിൽ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചും അള്ളാഹു നിരന്തരം പറഞ്ഞു പോകുന്നത്. അപ്പൊ നന്ദിയുള്ളവനാവാൻ അവന്റെ പിന്നിട്ട വഴിയിലേക്ക് അവൻ എത്തി നോക്കണം, അവൻ നിരന്തരം നടന്നു പോവണം. മനുഷ്യന് ഓരോരുത്തരും അവരെത്തിപ്പെടുന്ന ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാവും, ഏറ്റവും നല്ല അവസരങ്ങൾ ഉണ്ടാവും. അവിടെ ആ മനുഷ്യന്റെ മാത്രം പ്രയത്നം കൊണ്ടാവില്ല അത്തരം ഒരു ഇടങ്ങളിൽ ആ മനുഷ്യൻ എത്തിച്ചേരുന്നത്. അതിന്റെ പിറകിൽ ഒരു കുഞ്ഞാകുമ്പോൾ ആ തുടക്കത്തിൽ അവന്റെ ഉപ്പയുടെ, അവന്റെ ഉമ്മയുടെ, മാതാപിതാക്കളുടെ പിന്തുണയുണ്ടാവും. സ്നേഹത്തിന്റെ, സാന്ത്വനത്തിന്റെ, കാരുണ്യത്തിന്റെ എല്ലാം തന്നെ കൈത്താങ്ങുണ്ടാവും ആ കുട്ടിക്ക്. അതിനുശേഷം പല ആളുകൾ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇടപെടും. നന്മയുടെ കരങ്ങളായി പല ആളുകളും അവന്റെ ജീവിത വഴിയിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ ഓരോരുത്തരുടെയും കൈപിടിച്ച് ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിന്റെ നല്ല അവസ്ഥയിൽ എത്തുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കി ആരൊക്കെയാണോ തനിക്ക് കൈത്താങ്ങായി നിന്നത് അവരോട് തിരിഞ്ഞു നന്ദി പറഞ്ഞാൽ മനുഷ്യർ പറയും അവൻ നന്ദിയുള്ളവനാണ് എന്ന്. തിരിഞ്ഞു നോക്കി അവരോട് ഒന്ന് പുഞ്ചിരിച്ച് ഒരു വാക്കുകൊണ്ട് നന്ദി ഉണ്ടിട്ടോ എന്ന് പറഞ്ഞാല് അവൻ നന്ദിയുള്ളവനാണെന്ന് പറയും. എന്നാല് തന്റെ പിന്നിട്ട വഴിയിൽ തനിക്ക് കൈത്താങ്ങായി മാറിയ മനുഷ്യരെ കാണുമ്പോൾ മുഖം തിരിക്കുകയോ അല്ലെങ്കിൽ അവരോട് മോശമായി വർത്തിക്കുകയോ ചെയ്താൽ അവൻ നന്ദി കെട്ടവനാണെന്ന് മനുഷ്യർ പറയും. ഇത് തന്നെയാണ് മനുഷ്യനും അവന്റെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധവും ഇതുപോലെ തന്നെയാണ്. പിന്നിട്ട വഴിയിലേക്ക്
നോക്കിക്കൊണ്ട് തന്റെ അനുഗ്രഹങ്ങളെ നിരന്തരം സ്മരിച്ചുകൊണ്ട് ഇതെല്ലാം നൽകിയ മഹാദാതാവിനോട് നന്ദിയുള്ളവനാകാൻ മനുഷ്യന് കഴിയണം. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് വമിൻ ആയാത്തിഹി അല്ലേ അയ്യുർസില റിയാഹ മുബശ്ശിറാത്തിൻ വലിയുദീഖകും മിർ റഹ്മതിഹി വലി തജ്രിയൽ ഫുൽക ബിഅംരിഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തഷ്കുറൂൻ. നമ്മുടെ ഈ ജീവിതം മാത്രമല്ല, ഈ ജീവിതത്തിന് താളവും സന്തോഷവും നൽകുന്ന ഒട്ടനവധി പ്രക്രിയകൾ ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്കെല്ലാം നോക്കുവാനും അള്ളാഹു ആവശ്യപ്പെടുകയാണ്. നമ്മെ കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിലേക്ക് അവിടെ അള്ളാഹു സംവിധാനിച്ച് നമുക്ക് വേണ്ടി സംവിധാനിച്ച ഓരോന്നിലേക്കും എത്തി നോക്കുവാനും അതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുവാനും ചിന്തിക്കുവാനും അള്ളാഹു ആവശ്യപ്പെടുകയാണ്. സന്തോഷ വൃത്താന്തമായി അള്ളാഹു നിങ്ങൾക്ക് കാറ്റിനെ അയക്കുന്നു. എന്നിട്ട് ആ കാറ്റ് മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോയി അത് ഘനീഭവിക്കുകയും അങ്ങനെ മഴ വർഷിക്കുകയും ചെയ്യുന്നു. അതിലൂടെ അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മഴയില്ലാതിരുന്നാൽ എല്ലാം നഷ്ടമാവും. അതിനെക്കുറിച്ചും അള്ളാഹു പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കപ്പലിൽ യാത്ര ചെയ്യുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയോടുകൂടി അതെല്ലാം തന്നെ അവന്റെ ഇടപെടലോടുകൂടി അതെല്ലാം യാത്ര ചെയ്യുന്നു. മറ്റൊരിടത്ത് സൂറത്തിന്റെ അഹ്ലിൽ തന്നെ മറ്റൊരായത്തിൽ കാണാൻ പറ്റും. ഹുവല്ലദി സഖറൽ ബഹർ ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ്യ വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസൂനഹ വതറൽ ഫുൽക മവാഖിറ വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തഷ്കുറൂൻ. അവിടെയും അങ്ങനെ തന്നെ വരുന്നത്. നമ്മൾ ചിന്തിച്ചു വലഅല്ലകും തഷ്കുറൂൻ, നന്ദി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഹുവല്ലദി സഖറ ലക്കുമുൽ ബഹറ, അവൻ നിങ്ങൾക്ക് സമുദ്രത്തെ കീഴ്പ്പെടുത്തി തന്നു. ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ്യ, നല്ല മാംസങ്ങൾ നിങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് പവിഴങ്ങളും മുത്തുകളും നിങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടും. നിങ്ങൾ ധരിക്കുന്ന, നിങ്ങൾ മാലകളായി അണിയുന്ന പവിഴങ്ങളും മുത്തുകളും എല്ലാം അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരുവാനും. അവിടെ കപ്പലുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് നിങ്ങളുടെ ഉപജീവനം കണ്ടെത്തുവാൻ. ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയതിൽ അല്ലക്കും തഷ്കുറൂൻ, നന്ദി കാണിക്കാനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മെ കുറിച്ച് മാത്രമല്ല ചിന്തിക്കേണ്ടത്, നാം ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചും അതിനുള്ളിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ ഈ മഹത്തായ സംവിധാനങ്ങളെ കുറിച്ചെല്ലാം ചിന്തിച്ചാൽ നിങ്ങൾ നന്ദിയുള്ളവരാകുന്ന അള്ളാഹു പറയാം. ഇപ്പൊ ലുക്മാൻ ഏറ്റവും നന്ദിയുള്ളവനായിരുന്നു. അത് വലിയൊരു ഗുണാണ് എന്നാണ് പറഞ്ഞത്. നന്ദിയുള്ള മനസ്സുണ്ടാകുക എന്നുള്ളത്. അപ്പൊ നമ്മള് നന്ദിയുള്ളവനാകുക എന്നുള്ളത് നിസാരമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും ആ വാക്കിന് ഉപയോഗിക്കുന്നത്. നന്ദിയുള്ളവൻ അല്ല, ആ നിരന്തരമുള്ള ചിന്തയുള്ളവനെ അതുണ്ടാകുള്ളൂ. തന്നെ കുറിച്ചുള്ള നിരന്തരമുള്ള ആലോചന അതിന്റെ പിറകിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാട് ആ വ്യക്തിക്കുണ്ട്. അതിൽ ഓരോന്നിനെ കുറിച്ചും അഗാധമായ ചിന്ത നിരന്തരം അയാളിൽ നിൽക്കുന്നുണ്ട്. ഇതൊന്നും തന്റെ കഴിവ് കൊണ്ടല്ല. ഇമാം ഷാറാബി പറയുന്നത് പോലെ അല്ലേ, ആരെങ്കിലും ഭൂമിയിൽ വന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ ഞാനാണ് ഈ സൂര്യനെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് എന്ന്? അതിന് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്ലാനറ്റ്സുകളെ ഞാനാണ് വെച്ചിരിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ സമയവും വർഷവും കാലവും എല്ലാം നിങ്ങൾക്ക് നിർണയിക്കാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊരു മഹാപ്രക്രിയയാണ്, അത് ബലിഷ്ഠമായ സംവിധാനമാണ്. ഞാനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് ആരും ഇന്നേ വരെ വന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹു നിരന്തരം പറയാണ്, ഞാനാണ് അത് ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടി ഞാനാണ് അത് ഒരുക്കി വെച്ചത്. അപ്പൊ അതിന്റെ പിറകിൽ ഒരു സംവിധായകൻ ആവശ്യമാണ്. അതിലേക്കെല്ലാം നോക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ
ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ച് അഗാധമായി ചിന്തിക്കുന്നുള്ളതാണ്. അല്ലദീന യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ കുറിച്ച് അഗാധമായിട്ട് ചിന്തിക്കും. അതിന്റെ സംവിധായകനെ തിരിച്ചറിയും. അവിടെ ഒരു താടി നീട്ടി, മുടി നീട്ടി, ഒരു തോളില് ഒരു സഞ്ചിൻ തൂക്കിയിട്ട് ഇനി ഞാൻ തന്നെ എന്ന് വലിയോൻ എന്നുള്ള രൂപത്തിലേക്ക് മാറുകയല്ല ഒരു യഥാർത്ഥ മനുഷ്യൻ ചെയ്യുക. ചിന്തയുള്ള, താഴ്മയുള്ള മനുഷ്യൻ അങ്ങനെയല്ല ആകുക. ഇന്നിതെല്ലാം ആസ്വദിക്കുന്നവരിൽ ഭൂരിപക്ഷവും അഹങ്കാരികളേക്കാൾ, അഹങ്കാരികളേക്കാൾ. ഞാൻ തന്നെ വലിയോനെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അതിന്റെ എല്ലാം ഒരു 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 പിന്നെ വൈരുദ്ധ്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കാണെങ്കിൽ, ഒരു സഞ്ചി തൂക്കി താടി നീട്ടി ഒരു മുടിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാല് ഓന് ബുദ്ധിയുള്ളവനാണെന്നാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഇതിന്റെ ഒന്നും പിറകിൽ ഒരു ശക്തി ഇല്ല എന്ന് പറഞ്ഞാല്, ആ ശക്തിയെ ബോധ്യപ്പെടുത്തുന്ന വിശുദ്ധരായ ദൈവദൂതന്മാരെ അവഹേളിച്ചു കഴിഞ്ഞാല്, അവരെ നിന്ദിച്ചു കഴിഞ്ഞാല്, അവരെ കുറെ പുലമ്പ്യം പറഞ്ഞു കഴിഞ്ഞാല്, ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് ധരിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാല് താഴ്മയുള്ള മനുഷ്യന്റെ ഗുണമായി, സവിശേഷതയായി അള്ളാഹു പറയുന്നത് അയാൾ ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിനോക്കും, അഗാധമായി ചിന്തിക്കും. പ്രവാചകന്മാരുടെ പ്രത്യേകതയിൽ പോലും പ്രപഞ്ചത്തിന്റെ അഗാധതയെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അഗാധതയിലേക്ക് എത്തി നോക്കാൻ അതിനെക്കുറിച്ചുള്ള അറിവ് നാം പ്രവാചകന് നൽകി, അബ്രഹാം പ്രവാചകന് നൽകി. ലിയകൂന മിനൽ മൂഖിനീൻ, അദ്ദേഹം ദൃഢബോധ്യമുള്ളവനാകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ആകാശഭൂമികളുടെ അഗാധതയിലേക്ക് നിങ്ങൾ എത്തി നോക്കുന്നില്ലേ? അവലം യൻദുറൂ ഫീ മലകൂതി സമാവാതി വൽ അർദ്, നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ അഗാധതയിലേക്ക് നിങ്ങൾ എത്തി നോക്കുന്നില്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? പഠിക്കുന്നില്ലേ? വമാ ഖലഖല്ലാഹു മിൻ ശൈഇൻ, അതിനുള്ളിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അനേകായിരം സൃഷ്ടികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങളുടെ സമയത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഇനി എന്ത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് വിശ്വാസം വരിക? അതിന്റെ നാഥന്റെ കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യം വരിക എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. സൂറത്ത് ഇസ്രായിലേക്ക് പോയി കഴിഞ്ഞാൽ അള്ളാഹു നിരന്തരം ചോദിക്കുന്നുണ്ട്. വജഅൽനൽ ലൈല വന്നഹാറ ആയത്തൈനി ഫമഹൗന ആയത്തൽ ലൈലി വജഅൽന ആയത്തൻ നഹാരി മുബ്സിറത്തൻ ലിതബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും വലിതഅലമു അദദസ് സിനീന വൽ ഹിസാബ് വകുല്ല ഷൈഇൻ ഫസ്സൽനാഹു തഫ്സീല. ലേ, രാവിനെ പകലിനെ, വജഅൽനൽ ലൈല വന്നഹാറ ആയത്തൈനി ഫമഹൗന ആയത്തൽ ലൈലി വജഅൽന ആയത്തൻ നഹാരി മുബ്സിറ, നാം പകലിനെ കൊണ്ടുവന്ന് രാത്രിയെ തഴുകി മാറ്റി നിങ്ങളുടെ ജീവിത സന്ധാരണത്തിനുള്ള മാർഗം നാം കൊണ്ടുവരുന്നു. അതിനെ നാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സമയവും വർഷവും നിർണയിക്കാനാണ്. അപ്പൊ ഇവിടെ രാവെന്ന് പറയുന്ന, പകലെന്ന് പറയുന്ന ഒന്നിന്റെ പ്രക്രിയക്ക് ഇവിടെ ഒരു മഹാസംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അനുസരിച്ചിട്ടുള്ള ഭൂമിയുടെ ചലനം അതിനാവശ്യമാണ്. അപ്പോ തെറ്റാത്ത, പിഴക്കാത്ത, അതിബലിഷ്ഠമായ ഒരു സംവിധാനം ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഉള്ളിലിരുന്നിട്ട് ഞാനാണ് വലിയവനെന്നും എന്നിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ള തരത്തിലാണ് ഒന്നുമല്ലാത്ത, വളരെ നിസ്സാരനായ, ഒരറിവുമില്ലാത്ത, അറിവിന്റെ ചെറിയൊരു അംശം പോലും ലഭിക്കാത്തവനെ വലിയവനായി ചമയുന്നത്, ചിന്തകനായി അവന് രൂപം കെട്ടുന്നത്, കോലം കെട്ടുന്നത്. നന്ദിയുള്ളവനാകുക എന്ന് പറഞ്ഞാല് അതിന് ചിന്ത ആവശ്യമാണ് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. നല്ല ആലോചന ആവശ്യമാണ്. തന്നെ കുറിച്ച്, തന്റെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള നിരന്തരമുള്ള ചിന്തകളും ആലോചനകളും പഠനങ്ങളും നന്ദിയുള്ളവനാകാൻ ആവശ്യമാണ്. അപ്പൊ ചിന്തിക്കുന്ന മനുഷ്യൻ നന്ദി കെട്ടവനാകല്ല ചെയ്യുക വാസ്തവത്തിൽ.
അവൻ അതിന്റെ സംവിധായകനെ നിഷേധിക്കുന്നവനാകല്ല ചെയ്യുക. അവന് ആ സംവിധായകനെ കുറിച്ച് അഗാധമായ ചിന്തയിൽ മുഴുകുകയും അവന്റെ അളമത്തിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും അവൻ നൽകിയ ഈ ജീവിതമെന്ന ജീവനെന്ന സൗഭാഗ്യത്തിന് നിരന്തരം നന്ദി പറയുകയും ചെയ്യുന്നവരേക്കാരം നല്ല ബുദ്ധിയുള്ളവർ. അതുകൊണ്ടാണ് 5 നേരവും തുടങ്ങുന്നത് എങ്ങനെയാണ്? പ്രപഞ്ചത്തിന്റെ അഗാധതയെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഹംദ് പറയുന്നത്. ഇമാം ഷഹറാബി പറയുന്നത് പോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് ഹംദ് പറയുന്നത്. അതിനോട് തൊട്ടടുത്ത് റബ്ബുൽ ആലമീനോട് തൊട്ടടുത്ത് പിന്നീട് ചേർത്ത് വെക്കുന്നത് അവൻ റഹ്മാനാണ്, റഹീമാണ് എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്നിടത്തുള്ള ആ റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ അവിടെ നൽകുന്ന ഒരർത്ഥവും റബ്ബുൽ ആലമീനോട് ചേർത്ത് പിന്നീട് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് പിന്നെ അന്ത്യനാളിനെ കൊണ്ടുപോയി രണ്ടിന്റെയും ഇടയിൽ എന്തിനാണ് റഹ്മാൻ റഹീം എന്നുള്ളതിനെ വെച്ചത് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ അതിന്റെ അർത്ഥവ്യാപ്തി എത്രമാത്രമാണെന്ന് നമ്മൾ സൂറത്ത് കഹ്ഫ് പറഞ്ഞു പോയപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് തുടക്കത്തിലെ ഹംദ് പറഞ്ഞ് പ്രപഞ്ചത്തിലേക്ക് നമ്മളെ ചിന്ത കൊണ്ടുപോയിട്ട് അങ്ങനെ ഹംദ് പറയാൻ എന്തിനാണ് പ്രേരിപ്പിക്കുന്നത്? മനുഷ്യൻ പൊതുവെ അഹങ്കാരിയാണ്. പടച്ചോന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഇക്ബാലിന്റെ ആണോ അറിയില്ല, ഗോലിബിന്റെ ആണോ അറിയില്ല, ഒരു കവിതാശകലുണ്ട്. അതായത് നിങ്ങൾ നെറ്റി കൊണ്ടല്ല നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്, ഹൃദയം കൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. പടച്ചോന്റെ മുമ്പിൽ നെറ്റി കൊണ്ടല്ല നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്, ഹൃദയം കൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. എല്ലാ മദ്യഷാപ്പുകളിലും നിൽക്കുന്നവൻ മദ്യപാനിയാണെന്ന് നീ കരുതേണ്ടതില്ല. എല്ലാ മസ്ജിദിലും പോകുന്നവൻ അവിടെ സുജൂദ് ചെയ്യുവാനാണ് പോകുന്നത് എന്നും നീ ധരിക്കേണ്ടതില്ല. നീ നിന്റെ നെറ്റി കൊണ്ടല്ല നീ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ടത്, നിന്റെ ഹൃദയം കൊണ്ടാണ്. ഹൃദയം കൊണ്ട് സുജൂദ് ചെയ്യണമെങ്കിൽ ചിന്ത ഉണ്ടായിരിക്കണം, ആലോചന ഉണ്ടായിരിക്കണം. സുജൂദാണ് നന്ദി പ്രകാശനത്തിന്റെ മൂർത്തമായ പ്രകടനം സുജൂദാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ സുജൂദിൽ കിടക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അവന്റെ സൃഷ്ടാവുമായിട്ട് അഗാധമായിട്ട് ബന്ധപ്പെടുന്നത്, അവന്റെ സൃഷ്ടാവിനോട് അവൻ സ്വകാര്യം പറയുന്നത്, അവന്റെ നാഥനോട് അവന്റെ ഹൃദയവികാരത്തെ രേഖപ്പെടുത്തുന്നത്, അവന്റെ നന്ദിയുടെ എല്ലാ വാക്കുകളും അവൻ പ്രകടിപ്പിക്കുന്നത് അവൻ സുജൂദിൽ കിടക്കുമ്പോഴാണ്. ആ സുജൂദ് നെറ്റികൊണ്ടാകാൻ പാടില്ല. നെറ്റികൊണ്ടായി കഴിഞ്ഞാൽ ചിന്തയില്ലാത്ത സുജൂദാകും, ഹൃദയം തുടിക്കാത്ത സുജൂദാകും. അത് ഹൃദയം കൊണ്ടാണെങ്കിൽ ചിന്തയിൽ അധിഷ്ഠിതമായി നന്ദിയുടെ ഏറ്റവും നല്ല മനോഹരമായ മുഹൂർത്തത്തെ അനുഭവിക്കുന്ന പ്രകടിപ്പിക്കുന്ന ഏറ്റവും നല്ല സുജൂദാകും. അപ്പോ തുടക്കം തന്നെ അഗാധമായ ചിന്തയിൽ നിന്നാണ്. അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? നീ വലിയവനല്ല എന്ന് ബോധിപ്പിക്കുന്നു എന്നാണ് ഷഹറാവിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത്. ഒരു 6 അടി പൊക്കം, നിരന്തരം മുഖം മിനുക്കി, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഗോലിബിന്റെ കവിതയിൽ പറയുന്നുണ്ട്, നീ നിന്റെ മുഖം മിനുക്കുന്നതിനപ്പുറം ഹൃദയത്തെ മിനുക്കൂ. മനുഷ്യർ നോക്കുവാനാണ് നിന്റെ മുഖത്തെ നീ വൃത്തിയാക്കി വെക്കുന്നത്. എന്നാൽ നിന്റെ സൃഷ്ടാവിന്റെ നോട്ടം നിന്റെ ഹൃദയത്തിലേക്കാണ്. അവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കൂ. അംഗസ്നാനം ചെയ്യുന്നത് കൊണ്ട് മാത്രം നീ ശുദ്ധിയുള്ളവനാകുന്നില്ല. പിശാചിന് നിന്നേക്കാളും നന്നായി അംഗസ്നാനം ചെയ്യാൻ അറിയുമായിരുന്നു. അതിനാല് നീ ശുദ്ധിയാക്കേണ്ടത് നിന്റെ ഹൃദയത്തെയാണ്. പിശാചിന് നഷ്ടപ്പെട്ടു പോയ ബോധം ഹൃദയശുദ്ധിയില്ലായ്മയാണ്. താഴ്മണ്ടാകുമ്പോഴാണ് മനുഷ്യന് നന്ദി പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതാണ് സംഭവം. കൽപ്പനക്ക് കീഴ്പ്പെടാൻ പറ്റുള്ളൂ, അനുസരിക്കാൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ്. അപ്പൊ നമ്മളൊരു ബിന്ദുവിലേക്ക് ചുരുങ്ങണം.
വല്ലാത്തൊരു വർത്താനാണ് പറയണത്. മനുഷ്യനെ പടച്ചോന്റെ മുമ്പിൽ നിൽക്കുന്നത് തന്നെ ഞാൻ വലിയവനല്ല, നീയാണ് പടച്ചോനെ വലിയവൻ എന്ന് അവനെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ്. അത് പറയുമ്പോഴും അവന്റെ ഹൃദയം ആ പറയുന്ന ഒന്നിനനുസരിച്ച് പാകപ്പെടുന്നില്ല. അപ്പോഴും അവന്റെ തലക്കനം കൊണ്ടാണ് നിൽക്കുക. സമയം അള്ളാഹുവിൽ എന്നുള്ളതാണ്. ആ സമയം വിറ്റുകൊണ്ടാണ് ഞാൻ എല്ലാം നേടിയിട്ടുള്ളത്. അതിനാൽ ഇതൊന്നും എന്റേതല്ല, ഇത് സമയം നൽകിയ പ്രപഞ്ചനാഥനായ സർവശക്തന്റേതാണ് എന്ന ബോധം മനുഷ്യനിൽ ഉണ്ടാവില്ല, അധികം ആൾക്കാരിലും ഉണ്ടാവില്ല. അപ്പൊ 5 നേരവും വിളിക്കുകയാണ്, എന്നിട്ട് പറയാണ് നീയല്ല വലിയവൻ എന്ന് പറയിപ്പിക്കുക. തന്നെയുമല്ല, പ്രപഞ്ചത്തിലേക്ക് നീ ഒന്ന് നോക്കൂ. നീ ജീവിക്കുന്ന ഭൂമി അത് ഒരു നക്ഷത്രത്തിന് ചുറ്റും വലയം ചെയ്യുന്നുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് വലുതെന്ന് നീ ധരിക്കുന്നുവെങ്കിൽ അതിനപ്പുറം മറ്റു ഗ്രഹങ്ങളും ഉണ്ട്, അത് ഇതിനേക്കാളും വലുപ്പമുള്ളതാണ്. അത് ഏതിനെയാണോ പ്രദക്ഷിണം ചെയ്യുന്നത് ആ ഒന്ന് ഇതിന്റെ 100 ഇരട്ടി വലുപ്പമുണ്ട്. അതുമായി ഇതിനൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നീ ജീവിക്കുന്ന ഭൂമി ഉണ്ടല്ലോ, ഒരു പേന കൊണ്ടൊരു കുത്തിട്ട് കഴിഞ്ഞാൽ അത്ര വലുപ്പം പോലും ഇല്ല. അതിന്റെ ഉള്ളിലുള്ള ഒന്നുമല്ലാത്ത ഒന്നാണ് നീ എന്നാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാല് നീ ഒരു ആറ്റക്കെണികയെ അതിങ്ങനെ വിഘടിച്ചതിന്റെ അവസാനത്തെ ഒരു ഒന്നുണ്ട് എന്ന് വിചാരിക്കുക. അതിങ്ങനെ വിഘടിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അതിന്റെ അവസാനത്തെ ഒരു കെണി കണ്ട് വിചാരിക്കുക, അതാണ് ഈ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരും എന്നാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ വെറുതെ അതങ്ങ് പറയാനല്ല, ഒന്നുമല്ല നീ എന്ന് പറയാനാണ്. അഹങ്കരിക്കുവാനോ നന്ദി കെട്ടവനാകാനോ നിനക്ക് ഒരു അവകാശവും ഇല്ല. അതിനാൽ അൽഹംദുലില്ലാ, പടച്ചവനെ എല്ലാ സ്തുതികളും സ്തോത്രവും പടച്ചവനെ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവേ ജഗദീശ്വര നിനക്ക് മാത്രമാണ് എന്നാണ് ആ ഹൃദയത്തിൽ നിന്ന് അവന് അത് ഉച്ചരിക്കുന്നത്. ലുഖ്മാൻ ഇങ്ങനെയുള്ള മനുഷ്യനായിരുന്നു എന്നാണ് അള്ളാഹു. അഗാധമായ ചിന്തയിൽ നിന്ന്, തന്നെ കുറിച്ചുള്ള ആലോചനയിൽ നിന്ന്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വളരെ ഗാഠമായ ചിന്തയിൽ നിന്ന് നിരന്തരം തന്റെ നാഥനോട് നന്ദിയുള്ള ഹൃദയം പേറിയ മനുഷ്യനായിരുന്നു ലുഖ്മാൻ. അതുകൊണ്ടാണ് ഹിക്മത്ത് എന്ന് പറയുന്നത് അത് നന്ദിയാണ് എന്ന്, ശുക്റാണ് എന്ന് അള്ളാഹുവിടെ പറഞ്ഞു. നിങ്ങൾക്ക് ഒരാള് അനുഗ്രഹം ചെയ്ത് അതിനോട് നിരന്തരം നന്ദി പറഞ്ഞു നോക്കൂ, കൂടുതൽ കിട്ടുകയാണ് ചെയ്യുക. അപ്പൊ അതാണ് ഹിക്മത്ത്. ചില ആൾക്കാർ ചിലത് കിട്ടിക്കഴിഞ്ഞാല് ഇനി ഓനോന്റെ പണി നോക്കട്ടെ എന്ന് പറയും. അത് ഹിക്മത്തല്ല. അപ്പൊ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തന്ത്രം എന്ന അർത്ഥം പറയണ്ട. അത് ഏറ്റവും നല്ല സ്വഭാവ ഗുണാണ് എന്ന് ഇമാം അബുൽ ഹസൻ അലി നദവി പറയുന്നത് പോലെ പറഞ്ഞു വെച്ചാണ്. നന്നായി പെരുമാറും ഓരോ ഇടങ്ങളിലും, അതിനനുസരിച്ച് ഹൃദയശുദ്ധിയോടുകൂടി, അത് കാര്യലാഭത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ഹൃദയശുദ്ധിയോടുകൂടി വളരെ അളന്ന് തൂക്കി തിട്ടപ്പെടുത്തി, വാക്കാണെങ്കിലും നോട്ടമാണെങ്കിലും ഇടപെടലാണെങ്കിലും അതിനെ ഏറ്റവും ശരിയായിട്ട് എന്താക്കുക, അതിനങ്ങ് ഉപയോഗിക്കുക. അതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ലുഖ്മാനിൽ നിന്ന് ഹിക്മത്തിന്റെ അർത്ഥവും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ഹിക്മത്തിന്റെ അർത്ഥം എന്താ? നന്ദിയുള്ളവനാകുക എന്നുള്ളതാണ്. അതിന് ചിന്ത ആവശ്യമാണ്, നല്ല ബുദ്ധി ആവശ്യമാണ്, നല്ല പഠനങ്ങൾ ആവശ്യമാണ്. എന്തിനെ കുറിച്ചുള്ള പഠനങ്ങള്? നമ്മെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നായി ചിന്തിക്കുന്ന മനുഷ്യൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ, സ്വാലിഹീങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ.